അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ശരിക്കും കുഞ്ഞിക്കതിയ പെട്ടപോലെയായി. കാര്യം മറ്റൊന്നുമല്ല, അതെ, നവാസ് തന്നെ ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിച്ച് തൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. അവർ ഭയന്ന് വിറച്ചു. ഒരു പക്ഷേ എന്നെയെങ്ങാനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കള്ളിയും വെളിച്ചത്താവും. അതുകൊണ്ട് തന്നെ ശരിക്കും അവർക്ക് ഒന്നും മിണ്ടുവാൻ പോലും കഴിയാത്തൊരവസ്ഥ. എങ്കിലും അവർ സൗണ്ട് മാറ്റി പല രീതിയിൽ പറഞ്ഞൊപ്പിക്കുന്നു. വേണ്ട, എൻ്റെ ആൾക്കാരവിടെ ഉണ്ട്, ഞാൻ പോയിക്കോളാം എന്നുള്ള രീതിയിലൊക്കെ. എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? എല്ലാവർക്കും ഞാനും ഷമ്മാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളൊക്കെ അങ്ങനെ നടത്തി പറഞ്ഞേക്കുക, അതും ഇത്രയും ഇറച്ചിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കഴിയുമോ? വരൂ, വണ്ടിയിൽ കയറി, ഞാൻ കൊണ്ടാക്കി വിടാം. നിങ്ങളെ വീട് എവിടെ പറഞ്ഞാൽ മതി. നിങ്ങൾക്കറിയില്ലേ വീട് എവിടെയെന്ന്? അല്ല, എൻ്റെ മോനെ കൊണ്ടുവരാൻ വന്നോളൂ എന്നെ. ഓ, അങ്ങനെയാണോ? മോനെവിടെ? മോൻ്റെ പേരെന്താ? എന്നെ വിളിക്കണോ? അല്ല വെറുതെ മോനൊന്ന് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. നിങ്ങളിപ്പോൾ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക്. അല്ല, നിങ്ങളല്ലേ നേരത്തെ ഒരു ഗുഡ്സിൽ വന്നിറങ്ങിയത്? ആ താത്ത നിങ്ങളെ അല്ലേ? ശരിക്കും ആ ഒരു വാക്കിന് മുമ്പിൽ അതാ കുഞ്ഞിക്കതിയ പെട്ടു എന്ന് തന്നെ പറയാം. എൻ്റെ റബ്ബേ, അത് ഓൻ വിളിച്ച് എന്നോട് പോകാൻ പറഞ്ഞതായിരുന്നു. ഓമൻ വരും. നിങ്ങളിവിടെ നിന്നോളി, നിങ്ങൾ വരേണ്ട ആവശ്യമില്ല, ഞാൻ പോയിക്കോളാം. എന്നാൽ നവാസ്, എന്നാൽ ഞാൻ ഷമ്മാസിനെ വിളിക്കാം, അവന് കൊണ്ടുവിട്ടോളും നിങ്ങളെ. വേണ്ട എന്ന് പറഞ്ഞ് അതാ നവാസ് ഇറച്ചിപ്പൊതി വാങ്ങി ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും കുഞ്ഞിക്കതിയ അത് തിരിച്ചു പറിച്ച് വാങ്ങി ഓടുന്നു. ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി. ഇതിപ്പോൾ എന്താ ഈ താത്തന്ത ഇങ്ങനെ ഓടുന്നത്? ഇറച്ചിപ്പൊതിയുമായിട്ട് ഞാനെങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? എന്നാൽ ഷമ്മാസ്, എന്ത് പ്രശ്നം? ഇനി ആരെങ്കിലും? എൻ്റെ പൊന്നു ഷാമോനെ, അവരുണ്ടല്ലോ, ആ പോണ ആ താത്ത. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു, കേട്ടില്ല. അവർ ഞാൻ പോയിക്കോളാം, എൻ്റെ മക്കൾക്ക് കൂടെയുള്ള ഇറച്ചിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഓ അതേ, ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല നമ്മളങ്ങനെ. ആയിക്കോട്ടെ, അവർ പോണേ അവൻ്റെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ. പക്ഷേ കുഞ്ഞിക്കതിയ പുത്തൻവീട് തറവാടിൻ്റെ ഗേറ്റിനപ്പുറത്ത് നിന്നിട്ടും ഒരു വണ്ടിയും കിട്ടിയില്ല. വല്ലാത്തൊരു പുതുമ. എന്താപ്പോൾ ഇത് വണ്ടി കിട്ടാൻ? എത്ര ഒരു പെരുന്നാളായിട്ടേക്കും ഇത്രയും ഒരു തിരക്ക്. പിന്നെ ഉള്ള ഓട്ടോറിക്ഷക്കാരും മറ്റോലും മറിച്ചോലൊക്കെ ടൂറും പോയിട്ടുണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല, വല്ലാത്തൊരു പുതുമന്നെ. എല്ലാവരും ടൂറ് പോയതന്നെ ഇക്കാരം. വല്ലാത്ത ഇവിടെ നടന്നാലോ? ഇറച്ചിപ്പൊതികളുമായി അതാ കുഞ്ഞിക്കതിയ അവിടെ നിന്ന് നടക്കുന്നു. എന്നാൽ ഷമ്മാസ് എങ്ങോട്ടോ അർജൻറ്റായിട്ട് ഇറച്ചി കൊണ്ടുപോയി കൊടുക്കുവാൻ നിന്നപ്പോൾ അതാ ഇറച്ചിപ്പൊതിയുമായി നടക്കുന്ന താത്തയെ കാണുന്നു. പെട്ടെന്ന് തന്നെ അവന് മനസ്സിലായി ആ വീട്ടിലേക്ക് വന്ന അവരാണെന്ന്. പാവം, ഈ പൊരി വെയിലത്ത് ഇനിയിപ്പോൾ അവർ നടക്കണതുമായി. ഷമ്മാസ് അവരുടെ അടുത്ത് അതാ വാഹനം പതുക്കെ ബ്രേക്കിടുന്നു. ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു, ഇത്ത. ഒരു നിമിഷം അവർ ഞെട്ടി. ഇത്ത, കയറിക്കോളി. നിങ്ങൾ എങ്ങോട്ട് പോകുന്നത്? നിങ്ങൾ പുത്തൻവീട് തറവാട്ടിൽ നിന്ന് വരില്ലേ? കയറിക്കോളി, ഞാൻ ഡോറ് തുറന്നു തരാം. പിന്നെ എവിടെങ്ങളെ വീട്? ഞാൻ കൊണ്ടുവിട്ടു തരാം. മോനെ, അത് ഞാൻ ഇവിടെ കുറച്ച് പുറത്താണ്, ഞാൻ പോയിക്കോളാം, നടന്നു പോയിക്കോളാം, എൻ്റെ മോനിപ്പോൾ വരും. അല്ലത്താ, കയറിക്കോളി. എന്തിനാ നിങ്ങൾ വെറുതെ കഷ്ടപ്പെട്ട്? വീട്ടിൽ പോയിട്ട് ഇറച്ചിയൊക്കെ വെച്ചൂടെ? വെറുതെ ഇങ്ങനെ ഇത്രയും ദൂരം നടക്കുന്ന ആവശ്യമില്ലല്ലോ. ഇന്ന് ഓട്ടോക്കാരെയൊന്നും കിട്ടില്ല. ഇന്നിപ്പോൾ എല്ലാവരും ടൂറൊക്കെ പോയതുകൊണ്ട് ഭയങ്കര ബിസി ആയിരിക്കും. ഇനി അവർ നിങ്ങൾ കാക്കണ്ട, നിങ്ങൾ കയറി. മനമില്ല മനസ്സോടു കൂടി അതാ കുഞ്ഞിക്കതിയ ആ ഒരു കാറിൽ കയറുന്നു. അതെ, ഞങ്ങളുടെ കുറച്ച് ഇങ്ങോട്ട് ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിർത്തിയാൽ മതി, എൻ്റെ ബാക്കിൽ എൻ്റെ വീട്. എന്നാൽ യഥാർത്ഥ വീട് കണ്ടുപിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ കുഞ്ഞിക്കതിയ തൻ്റെ വീട് കണ്ടുപിടിക്കും എന്നുള്ള ഭയം കൊണ്ട് തന്നെ ഷമ്മാസിനോട് പാതി വഴിയിൽ നിർത്തുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇത്തിയുടെ വീട് എവിടെയാണ്? ഇവിടെ തന്നെ മോനെ, ഈ ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിലാണ്. അങ്ങനെ അതാ കുഞ്ഞിക്കതിയ അതിൽ നിന്ന് ഇറങ്ങുന്നു. ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിൽ എവിടെ? ആരുടെ വീട്ടിലേക്കാണ്? അത് മോനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ ഇവിടെ നിന്നോളാം. എന്നാൽ കുഞ്ഞിക്കതിക്ക് ആകപ്പാടെ സമാധാനം നഷ്ടപ്പെട്ടു. അതെ, നിങ്ങൾക്ക് ഇനി ഓട്ടോക്ക് വല്ലതും പോകണമെങ്കിൽ ക്യാഷ് അതൊക്കെ ഉണ്ട്, ക്യാഷൊന്നും വാങ്ങാൻ കൂട്ടാക്കി. അല്ലെങ്കിൽ എന്താ പിന്നെ ഒരു 200 റുപ്യ ഇപ്പോൾ. അങ്ങനെ അത് ഷമ്മാസ് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 500-ൻ്റെ നോട്ടെടുത്ത് കൊടുത്തു. പിന്നെ ഇനിയിപ്പോൾ ഓട്ടോ ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വരികയാണെങ്കിൽ ഓട്ടോയ്ക്ക് പോകുന്നുണ്ട്, ചിലപ്പോൾ വണ്ടി കിട്ടൂലേ, അതാണ് പറഞ്ഞത്. എന്നാൽ കുഞ്ഞിക്കതിയെ ഇറക്കി വിട്ടപ്പോൾ ഷമ്മാസിന് എന്തൊക്കെയോ ഒരു
വശപ്പിശക്. എന്തിപ്പോൾ ഇവർ ഇവിടെ പേര് ചോദിച്ചിട്ട് പറഞ്ഞു തന്നില്ല, ആരുടെ വീട്ടിലേക്കാന്നും പറഞ്ഞില്ല. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. അവരെയല്ലേ നവാസ് അവിടെ നിന്ന് കയറ്റാൻ നോക്കിയത്. പക്ഷെ അവർ ആരെങ്കിലൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യണോ വേണോ ചോദിച്ചാൽ എല്ലാവർക്കും വളരെയധികം സന്തോഷമായിരിക്കും. പക്ഷെ ഇവരെന്തൊക്കെയോ ഭയക്കുന്ന പോലെ. പിന്നെ ഇവിടെ ഇറങ്ങി എങ്ങോട്ടാ പോയത്? ഒരു നിമിഷം ഷമ്മാസ് അവിടെ തന്നെ നിന്ന് നോക്കി അവരുടെ ആ ഒരു നീക്ക് പോക്കുകൾ. കാരണം ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിലെന്ന് പറഞ്ഞാൽ അവിടേക്ക് അങ്ങോട്ട് വീടുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് ഐഡിയയുമില്ല. ഇനിയിപ്പോൾ മറ്റാരെങ്കിലും വരുമോ ആവോ. എന്നാൽ കുഞ്ഞിക്കതി അതാ ഇറച്ചിപ്പൊതിയുമായി നടക്കുകയാണ്. ചുരുക്കി പറഞ്ഞ് നടന്ന് കുഴങ്ങിക്കണ് എന്ന് തന്നെ പറയാം. ഷമ്മാസ് പിന്നെ അത് വല്ലാതൊന്നും മൈൻഡ് ചെയ്തില്ല. അവൻ അവൻ്റെ ഡ്യൂട്ടിക്ക് വേണ്ടി പുറപ്പെട്ടു. എന്നാൽ ഈ സമയം കുഞ്ഞിക്കതി നടന്ന് കുഴങ്ങി. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമ. ഇപ്പോൾ ഇറച്ചിക്ക് പോയിട്ട് വണ്ടിയും കിട്ടിയില്ല. ഇനിയിപ്പോൾ ആ ഷമ്മാസ് എന്നെ ആക്കി തന്ന് എന്നെങ്ങാനും മനസ്സിലേക്കണേ ആകപ്പാടെ കള്ളി പൊഴിഞ്ഞതിന് വല്ലാത്തൊരു പുതുമ തന്നെ ഇപ്പം ഇത്. എന്നാൽ അല്പസമയത്തിന് ശേഷം അതാ കുഞ്ഞിക്കതി ആ വീട് കാണുന്നു. ഒരു നിമിഷം അതെ തൻ്റെ ഭർത്താവിൻ്റെ ആ പഴയ വീട് കണ്ടു. ഓ, ഈ പെരിയെന്ന് ഞാൻ ആ പമ്പർന്നോളം കുട്ടികളെ ഇറക്കി വിട്ടത് നന്നായി, അല്ലെങ്കിൽ ഞങ്ങളെ മുന്നിൽ കൂടെ ഇനി പോകേണ്ടത്. വല്ലാത്തൊരു ജന്തുക്കളാണോ, നേർക്ക് ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല. അങ്ങനെ ഓരോന്ന് പ്രാഗി പറഞ്ഞുകൊണ്ട് അതാ കുഞ്ഞിക്കതി ഇറച്ചിപ്പൊതിയുമായി വീട്ടിലേക്ക് പോയപ്പോൾ ഗേറ്റ് തുറന്നു കിടക്കുന്നു. ഗേറ്റ് തുറന്നു കിടക്കുക, എന്താ ഇപ്പം ഇത് കഥ? പഠിച്ച റബ്ബേ, വല്ലാത്തൊരു പുതുമന്നെ. ഇവൾക്കിത് എന്തിൻ്റെ കേടാണ് ആ ഹസീനാക്ക്? എന്നാൽ അതാ കുഞ്ഞിക്കതിയ ആ മുറ്റത്തിനകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച, വരാന്തയിൽ ആരൊക്കെയോ ചെന്ന് പടിഞ്ഞിരിക്കുന്നു. ഇതേത് ജന്തുക്കളാ പെട്ടിയും പാണ്ടൊക്കെ ആയിട്ട് വന്നിക്കണേ? ശരിക്കും കുഞ്ഞിക്കതിയ പേടിച്ചു. അതെ, വീട്ടിൽ ആരൊക്കെയോ വന്നു കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹസീനാൻ്റെ വല്ല ആൾക്കാരും ആയിരിക്കുമോ? എന്നാൽ അതാ കുഞ്ഞിക്കതിയെ കണ്ടപ്പോൾ അമ്മാ പശുങ്കിത് എന്ന് പറഞ്ഞ് ശബ്ദം. ശരിക്കും കുഞ്ഞിക്കതി എഴുന്നേറ്റ് പോവാൻ നമുക്ക് അവിടെ നിന്ന് നല്ലത്. എടി ഹസീന, 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 വാതിൽ മുട്ടി വിളിച്ചു. എന്നാൽ അതാ അവൾ വാതിൽ തുറന്നു. എന്താ ഹസീന, ഇതാരൊക്കെയാണ്? എനിക്കറിയില്ല. ഉമ്മ എവിടേക്ക് വാതിൽ തുറന്നിട്ട് പോയത്? ഗേറ്റ് തുറന്നിട്ട് കണ്ടില്ലേ ഇവരാകപ്പാടെ ഇവിടെ വന്ന് കൂടിയിക്കണേ. ഞാനാകെ പെട്ടുപോയി. വല്ലാത്തൊരവസ്ഥ തന്നെയാണിത്. ശരിക്കും അതാ ഹസീന പറഞ്ഞു. എന്താണ് ഇവരെങ്ങനെ വന്നത്? ഉമ്മ വാതിൽ തുറന്നു. ഉമ്മ എവിടേക്ക് പോയത് ഗേറ്റ് തുറന്നിട്ട്? അതൊന്ന് പറയ്. അതൊന്ന് വാങ്ങിച്ചാ 2-3 പുതിയ ഇറച്ചോ? ഇത് എവിടുന്നാ? അതൊക്കെ ഉണ്ട് ഉമ്മ. നിങ്ങൾ പുത്തൻ വീട് തറവാട്ട് പോയില്ലേ? പുത്തൻ വീട് തറവാട്ട് പോയതുകൊണ്ടേ ഇതാ എൻ്റെ 2 മക്കൾക്കും എനിക്കുള്ള പൈസ ഒക്കെ ഇവിടെ കിട്ടിയിരിക്കണ്. ഇങ്ങോട്ട് നോക്കടി. കവർ പൊളിച്ച് അതാ 500ൻ്റെ നോട്ടുകൾ കുഞ്ഞിക്കതി അവിടെ കുടഞ്ഞിട്ടു. എന്താ ഉമ്മ ഇത് ഇത്ര തോനെ പൈസയെ? ഓരോന്നിലും എത്രയാണ്? 2500 3000 ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? കണ്ട 3000 റുപ്യ വെച്ചാണ് ഓരോരുത്തർക്ക് കൊടുക്കണത്. 9000 റുപ്യ ഒറ്റ അടിക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. എനിക്കാണെങ്കിൽ ഈ വിരുദ്ധുണ്ടാവുമോ? 9000 റുപ്യ ഒറ്റ അടിക്ക് ഉണ്ടാക്കി. അത് മാത്രമല്ല, ഇങ്ങോട്ട് നോക്ക്. ഇതെന്താ പൈസ? ഞാൻ വന്നത് ഷമ്മാസിൻ്റെ കാറിലാണ്. അപ്പോൾ ഓൻ ഇനി ഓട്ടോക്കൊക്കെ പോകണമെങ്കിൽ പോയിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട് 500 റുപ്യയും തന്നു. എങ്ങനെയുണ്ട്? 9500. ഒറ്റയടിക്ക് 9500 റുപ്യാണ് തന്നിക്കണത്. എങ്ങനെ ഉണ്ടടി കുഞ്ഞിക്കതിൻ്റെ ഐഡിയ? എൻ്റെ ഉമ്മ നിങ്ങൾ നല്ല പഠിച്ച വിളവത്തി തന്നെയാണ്. വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടാ നിങ്ങൾ. 9500 ഒറ്റയടിക്ക് ഉണ്ടാക്കി. അത് മാത്രമല്ല 3 പൊതി ഇറച്ചി, പള്ള നിറച്ച് ചായയും കടിയും ചോറും അതും എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ സംഭവം അടിപൊളിയല്ലേ പെണ്ണെ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഉമ്മ എന്നാൽ നിങ്ങൾക്ക് ഇനി ഈ പണിക്ക് പോവുക നല്ലത്. അല്ലാതെ എന്നെ കളിയാക്കൊന്നും മാണ്ടജ്. ഞാൻ കാര്യത്തിൽ തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഈ സമയം അതാ ഉമ്മ നേരെ അടുക്കളയിലേക്ക് പോയി. പിന്നെ അവരെ കണ്ട് ആട്ടിവിട്ട എന്താ ഇത് വെള്ളരിക്കാ പട്ടണോ ഇവിടെ വന്ന് കയറിക്കെടുക്കാൻ? എന്താന്നില്ല, തീരെ ഒരു ബേജാറും പേടില്ലാതെ. ഈ ചെറ്റങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തിക്കണോ? അതാണല്ലോ ഒരു പോത ഇവിടെ നിൽക്കണത്. ഞാനൊന്നും കൊടുത്തിട്ടില്ല എൻ്റെ അമ്മ. ഞാൻ എന്താ കാട്ടിയെന്ന് വെച്ചാലേ അവർ നിങ്ങൾ തുറന്നിട്ട് പോയതാണ് അവർ ഇങ്ങോട്ട് കയറിയത്, അല്ലാതൊന്നുമല്ല. എന്നാൽ കുഞ്ഞിക്കതിയ പറഞ്ഞു, അതെ പോലീസിനെ വിളിക്കണോ? ഞാൻ പോലീസിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ വേഗം പോയിക്കോളി ഇവിടുന്ന്. ഒറ്റ കുട്ടി ഇവിടെ നിൽക്കാൻ പറ്റൂല. വേഗം പോയിക്കാണി, വേഗം പോയി തരി.
ആഹാ ഞാൻ പോലീസിനെ ഇപ്പം വിളിക്കും, പോലീസിനെ വിളിക്കണ്ടമ്മ വിശന്നിട്ടല്ലേ എന്ന് പറഞ്ഞ് അതാ അവർ വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കുഞ്ഞിക്കതി പറഞ്ഞു, ഞാൻ പോലീസിനെ വിളിക്കും. അതെ, ഒന്ന് പോലീസിനെ വിളിച്ചാൽ ഉമ്മങ്ങളൊന്നും ഉണ്ടാക്കുമോ? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ പോലീസിന്? എന്നാൽ ഹസീന പല പണികളും അവിടെ ഒപ്പിച്ച് വെക്കുവാനുള്ള പ്ലാനിങ് ആയിരുന്നു. അതിനിടയിലാണ് അണ്ണാച്ചികൾ വന്ന് അവിടെ ഇരുന്നത്. ഈ ഉമ്മയാണ് എല്ലാം കൊളാക്കിയത്. നിങ്ങൾ എന്തിൻ്റെ കേടാ? നിങ്ങൾക്ക് പോകുമ്പോൾ ഗേറ്റ് അടിച്ച് പോകണ്ടേ? എന്താടി, ഞാൻ ഗേറ്റൊക്കെ പോയിനു. നിങ്ങൾ ഗേറ്റ് അടിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ തുറന്നിട്ട് പോയിട്ടുണ്ടാവും, ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ പോയത്. ഇജ് കണ്ട പിന്നെ ഇജിനെ അയക്കൂല്ലല്ലോ. മോളും ഉമ്മയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങൾ. എൻ്റെ പൊന്നാര പെണ്ണ, എൻ്റെ ഒപ്പം എനിക്ക് നിൽക്കാൻ കഴിയൂല, എടങ്ങാറയക്കണ് മനുഷ്യന്. അന്നെക്കാളും നല്ല സൗദയിന്. ഓൾക്ക് കുറച്ച് മുണ്ടാട്ടം കുറവുണ്ട്. എനിക്ക് എൻ്റെ നാവിൻ്റെ നീളം എത്രയാണ് വലിപ്പം. എൻ്റെ നാവ് അരിയണം ആദ്യം. അതേ, നിങ്ങൾ എന്നെ വല്ലാതാക്കണ്ട. ജയിലിലേക്ക് നിങ്ങൾ തന്നെ പോയിക്കോളി, ഞാൻ പോകൂല. എനിക്കതിന് മനസ്സില്ല. നിങ്ങളല്ല ഇങ്ങനെ കാട്ടിക്കൂട്ടിയത്. ഞാൻ ഈ വയസ്സ് കാലത്ത് ആ ജയിലിൽ പോയി കിടക്കല്ലേ. ഇജാണ് എല്ലാത്തിൻ്റെ ഏജൻറ്റ്. സത്താറിനെ പാട്ടിലാക്കി മയക്കിയത് ഇജന്നെയാണ്, വേറെ ആരുമല്ല. പിന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുണ്ടാക്കിയെന്ന് പറഞ്ഞത് ഇജന്നെയാണ് അല്ലേ? സത്യം പറഞ്ഞു. സത്താറിനെ പാട്ടിലാക്കിയത് ഇജല്ലടി. ഞാൻ ആ സൗദിനെ കൊണ്ട് കെട്ടിക്കണം വിചാരിച്ച് നിൽക്കേന്. നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലും കാണലും വർത്താനും റൂമിനുള്ളിൽ കടക്കലും കുറേയൊക്കെ ഞാൻ കണ്ടില്ല കേട്ടില്ല നടിച്ചിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ പുടുത്തം വിട്ട കേസ് തന്നെയാണ്. ലാസ്റ്റ് സൗദ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി അന്നെ കെട്ടണൊരു അവസ്ഥ വന്നില്ലടി. അതിൻ്റെയൊക്കെ ഏജൻറ്റ് ഇതന്നെയാണ്, ഇജന്നെയാണ്. ഞാൻ ഒരിക്കലും ഇതിന് ഇതാവൂല. ഇജാണ് ഇതിൻ്റെയൊക്കെ ഏജൻറ്റ്, ഇജാണ് ജയിലിൽ പോകേണ്ടത്, അല്ല ഞാനല്ല. അതെ, നിങ്ങൾ ഓരോ തർക്കത്തിൽ നിൽക്കാതെ ആ അണ്ണാച്ചിയാൾ പറഞ്ഞു വിടാൻ നോക്കി. അല്ല പിന്നെ ശരിക്കും കുഞ്ഞിക്കഥ പറഞ്ഞു, ഇജാണ് പറഞ്ഞയച്ചോ, എനിക്കൊരു കുഴപ്പമില്ല, അല്ല അവിടെ ഇരുന്നോട്ടെ, എനിക്കിപ്പോൾ എന്താ, എവിടെ ആയാലും ഇപ്പം എന്താ മനുഷ്യന്മാരെന്നല്ലേ. അതെ, വൃത്തികേടാക്കൂട്ടോ അവിടെയൊക്കെ അവറ്റുകൾ. എന്താ ബസ് സ്റ്റാൻഡോ? ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിലും കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കുഞ്ഞിക്കതിയുടെ വീടിൻ്റെ മുറ്റത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആകപ്പാടെ ഇടങ്ങാറായ അവസ്ഥ. ഈ ഉമ്മ ഏത് നേരത്താണ് ഇതിന് തോന്നിയതാവോ. എന്നാൽ അതാ അവൾ, ഇനി ഞാൻ പറഞ്ഞേക്കൂല, അവിടെ നിൽക്കണേ നിന്നോട്ടെ, എനിക്കൊരു പേടിയില്ല, എനിക്ക് പ്രശ്നമില്ല. നേരെ അതാ അവൾ മുകളിലത്തെ റൂമിലേക്ക് പോകുന്നു. അല്ല ഇജ്ജ് എവിടേക്ക് കയറിപ്പോണേ? ഇറച്ചി മുറിച്ചോ? ഇറച്ചി മുറിച്ചെൻ്റെ കൈമ ചോരാവൂലേ? അനക്ക് നല്ലോണം ഉരുട്ടി കയറ്റേണ്ടി വരുമല്ലോ. അപ്പോൾ എന്താ കാട്ടുക? ഒക്കെ ഉമ്മ അല്ലേ? ഞാൻ ഇവിടുത്തെ പണിയെടുത്താണ് കുഴങ്ങിയിരിക്കണം. ഞാൻ എൻ്റെ വേലക്കാരൊന്നല്ല. ഞാൻ കഷ്ടപ്പെട്ട് 2-3 പൊതി ഇറച്ചിയൊക്കെ വാങ്ങിക്കൊടുന്ന് എന്തിന്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? അനക്കനാണ് ഉരുട്ടി മുൻകണ്ട്, എനിക്ക് കുറേ ഒന്നും വേണ്ട. എൻ്റെ ഉമ്മങ്ങളൊന്നും മിണ്ടാന്നാണ് നിങ്ങളൊരു ഇറച്ചി. ഇവിടെ വന്ന് ഇറച്ചി മുറിച്ചോ? എന്നാൽ അതാ ഹസീനക്ക് മറ്റു പരിപാടികളായിരുന്നു മുകളിലത്തെ റൂമിൽ. മറ്റൊന്നുമല്ല, സൗദിയുടെ ഫോണ് അത് പെട്ടെന്ന് മാറ്റുക, അതിലെല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. വൈകാതെ തന്നെ ഇവിടുത്തെ റൂമും അലമാരയൊക്കെ ബാക്കിയുള്ള ഭാഗം കൂടി അവർ റൈഡിങ്ങിനെത്തും. ഒരു പക്ഷേ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വെളിച്ചത്തിലാവും. ഏതായാലും സൗദക്ക് ഓർമ്മയില്ലാതെ അങ്ങനെ ഇരുന്നാൽ നന്നായിരുന്നു. എടീ ഹസീന, ഹസീന, തള്ള വിളിക്കുന്നുണ്ട്. തള്ളക്ക് എന്തിൻ്റെ കേടാ? ഇറച്ചിയും പൈസയൊക്കെ ആയിട്ട് വന്നിട്ട് എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ ആദ്യം മടിച്ചു നിന്നത്. എൻ്റെ പൊന്നാര ഹസീന, ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്ന് ഈ ഇറച്ചിയൊന്നും മുറിച്ചൂടേ, ഉച്ചയ്ക്ക് ചോറിനാക്കേ. തള്ള അവിടുന്ന് കുറേ വയറ് നിറച്ച് തിന്നും പോരാ, എനിക്ക് വേണേൽ മന്തി എന്തെങ്കിലും ഓർഡർ ചെയ്ത് ചെയ്യുന്നു. പൊതിന് ഓടിപ്പാഞ്ഞ് എത്തിക്കണ്, എന്താന്നില്ലേ. എന്നാൽ അവൾ എന്തൊക്കെയോ അവിടെ ഒളിപ്പിച്ച് വെക്കുന്ന ശ്രമത്തിലായിരുന്നു. ഈ ഫോണിപ്പോൾ എവിടെ വെച്ചാലും കണ്ടുപിടിക്കും, എന്താ ഇപ്പോൾ ചെയ്യുക? സിമ്മ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ലൊക്കേഷനൊക്കെ ഇട്ട്, പക്ഷേ ഇതിപ്പോൾ യൂസ് ചെയ്യണം. എന്നാലും ഇപ്പോൾ എന്തെനിക്കറിയാം, എനിക്ക് ആകെപ്പാടൊരു ഭ്രാന്ത്. എവിടെ അലമാരക്ക് ഉള്ളിൽ വെച്ചാലും പുറത്ത് വെച്ചാലും അത് കണ്ടുപിടിക്കും. പിന്നെ എവിടെ ഇപ്പം ഞാൻ വെക്കുക എനിക്കറിയുന്നില്ല. ഇതിപ്പോൾ ഉമ്മാൻ്റെ അലമാരി കൊണ്ടുവച്ചാലോ? അതായിരിക്കും നല്ലത്. ഉമ്മാൻ്റെ അലമാരി കൊണ്ടുവച്ചാൽ ഞാനൊന്നും എടുത്തിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ഉമ്മാനെ ജയിലിൽ കയറ്റിട്ടിന് ബാക്കി കാര്യം. എന്നാൽ എനിക്കിവിടെ സുഖസുന്ദരമായി കഴിയാലോ. തൽക്കാലം അങ്ങനെ ചെയ്യാം. അല്ല എങ്കിൽ എൻ്റെ അലമാര വന്ന് തപ്പിയാൽ ഞാനാണ് എടുത്തതെന്ന് പറയും. ഇത് ഉമ്മാൻ്റെ പോയി വെച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ അതാ പതുക്കെ അതാ അവളിറങ്ങി. എന്തോ ഉമ്മ, എന്താ വിളിച്ചത്? എൻ്റെ പൊന്നാര ഹസീന, ഇറച്ചിയൊന്ന് മുറിച്ചൂടെ കുട്ടിയെ, കുറച്ച് ഉള്ളിയൊക്കെ ഞാൻ തൊലിച്ചൂടെ? എന്താ അപ്പം ഇത്? ജയിലിൽ പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ പള്ളറച്ച് തിന്നോ എന്തെങ്കിലുമൊക്കെ. അവിടെ പോയതൊന്നും കിട്ടലുണ്ടാവില്ല.
എൻ്റെ ഉമ്മ വല്ലാത്തൊരു ഇതന്നെയാണല്ലോ. എന്നാൽ അതാ അവൾ പതുക്കെ ഉമ്മയുടെ റൂമിലേക്കൊന്ന് പോകണം നമ്മൾക്ക് തോന്നി. ഉമ്മയുടെ റൂം എവിടുക്കാച്ചേ? ഇവിടെ ഒന്ന് ഇറച്ചി കുറിച്ച അല്ലമ്മ. ഒന്നുമല്ല, എനിക്ക് ഇവിടെ ഒരു പേന ഉണ്ടോ നോക്കാം. പേനേ? എന്തിനാ ഇപ്പം പേന? ഒന്നിനുമില്ല. പിന്നെ അവർ ഒന്ന് എന്താ പറയുക, പോലീസിനെ വിളിച്ചിട്ട് അവരൊന്ന് അതിന് നമ്പർ എൻ്റെ അടുത്തില്ല, ഒന്ന് എഴുതും വേണം. അതിപ്പോൾ ഗൂഗിളിലൊക്കെ എടുത്തിട്ടേ എഴുതിയിട്ടൊക്കെ വേണം. ആ പിന്നെ അതൊക്കെ ഇനി പിന്നെ ഇതച്ചുകൊണ്ട് പോന്ന ഈ ഇറച്ചിയൊക്കെ ഒന്ന് മുറിച്ചാണ്ട് വേവിച്ചേക്കാൻ ഇപ്പം വരമ്മ. എന്നാൽ ഉമ്മ താക്കോൽ വെക്കുന്ന സ്ഥലം നോക്കിയിട്ട് കാണുന്നേ ഇല്ല. ഉമ്മയുടെ അലമാരക്കകത്തെ ഉള്ളിലെ അറയിൽ വെക്കണം. അവൾ ബെഡൊന്ന് പൊന്തിച്ചു നോക്കി. ഇവിടെ ഉണ്ട് താക്കോൽ കൂട്ടം. അങ്ങനെ അതാ അലമാരയുടെ ആ താക്കോൽ എടുത്തു. അവൾ പതുക്കെ തുറന്നു. ഉമ്മ അടുക്കളയിലാണ്. അപ്പോഴേക്കും ആ ഒരു അലമാരയുടെ ശബ്ദം പതുക്കെ ഒന്ന് കേട്ടോ? ഇല്ല. അവൾ അകത്തെ ആ ഒരു ചെറിയ അറയും തുറന്നു. ഫോണ് ഭദ്രമായി അതിനകത്തേക്ക് നീക്കി വെച്ചു. നല്ല രീതിയിൽ പൂട്ടിയിട്ടു. എന്താ അവിടെ ഒരു ഒച്ചപ്പാട്? എന്താ അവിടെ ഒരു ഒച്ചപ്പാട്? കുഞ്ഞിക്കതിയുടെ ആ ഒരു വാക്ക് കേട്ട സൗദ ഒന്ന് ഞെട്ടി. പഠിച്ചോനെ, തള്ള കേട്ടോ? എന്തേ ഉമ്മ? ഇറച്ചി മുറിച്ചുട്ടാ? ഇറച്ചി മുറിച്ചാൽ നിന്നെ കൊണ്ടാവില്ല. എന്നാൽ ഉള്ളി തൊലിച്ച്. എനിക്ക് ആ ഉള്ളിൻ്റെ മണം തന്നെ പറ്റൂല. എന്താടി എനിക്ക് തിന്നണീന്? തിന്നാൻ എനിക്ക് ഇതൊന്നുമില്ലല്ലോ. ഇറച്ചി മുറിച്ച് ആ സ്മെല്ലൊന്നും പോയി കിട്ടൂല, ഒന്നും ശരിയാവില്ല. ഉള്ളിയും തൊലിച്ചാൻ വയ്യ. എന്നാൽ ഇങ്ങോട്ട് തിന്നാൻ വാ, ഞാൻ കാണിച്ചു തരാം. എനിക്ക് തിന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല, ആ പണിക്കൊന്നും നിന്നെ കിട്ടൂല എന്ന് പറഞ്ഞ് അവൾ മുകളിലത്തെ റൂമിലേക്ക് തന്നെ പോയി. അല്പം ഒരു ആശ്വാസമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്നാൽ അപ്പുറത്ത് അതാ അണ്ണന്മാരവിടെ ഇരിക്കുകയാണ്. പഠിച്ചോനെ, ഇവരെങ്ങാനും ഇവിടെ തമ്പ് കെട്ടി നിൽക്കുമോ എന്ന് വരെ അവൾ ഭയന്നു. എന്നാൽ ഈ സമയം അതാ കുഞ്ഞിക്കയുടെ മനസ്സിൽ കുറച്ച് ഇറച്ചി വരട്ടിയതൊക്കെ ആയിട്ട് ആശുപത്രിക്ക് പോയി നോക്കിയാലോ? എന്തായാലും ഓള് സൗദ അവിടെ ഉണ്ടല്ലോ, നല്ല മട്ടത്തിനൊന്ന് സോപ്പിട്ട് കാണ്ട് കേസ് പിൻവലിക്കണം അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞാലോ? അത് നല്ലൊരു ഐഡിയ അല്ലേ? എന്നാൽ ഇനിയിപ്പോൾ ഹസീനാനൊന്നും കാക്കണ്ട, തൽക്കാലം അങ്ങനെ ചെയ്യായിരിക്കും നല്ലത്. അങ്ങനെ ഏതാ സൗദിയുടെ അടുത്തേക്ക് പോയി ഒന്ന് സോപ്പിട്ടാലോ, മോളോടൊന്ന് പറഞ്ഞാലോ എന്ന് കരുതി. പെട്ടെന്ന് തന്നെ കുഞ്ഞിക്കതിയ അതാ ഇറച്ചിയെല്ലാം നല്ല രീതിയിൽ വരട്ടി ഉണ്ടാക്കുവാൻ വേണ്ടി നിൽക്കുന്നു. കുറച്ച് ചോറും നല്ല ഇറച്ചിയൊക്കെ വരട്ടി തേറ്റ് പോകാം. എന്നിട്ട് കുറച്ച് നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. കൊണ്ടുപോയിട്ട് ഓളെ നല്ലോണം ഒന്ന് സോപ്പിടണം. സോപ്പിട്ടിട്ട് ഓളെ മനസ്സൊന്ന് മാറ്റിയെടുത്ത് കേസ് പിൻവലിപ്പിക്കണം. കുഞ്ഞിക്കതിയാനോടാണ് ഓലൊരു ബുദ്ധി. കളി എന്നോടിപ്പോൾ കളിക്കണ്ട ഓല്. ഇൻ്റെ വിളവൊന്നും ഓലടുത്ത് വില പോകില്ലെന്നോ ഓല വിചാരം. അതെ, സൗദൻ്റെ മനസ്സങ്ങോട്ട് മാറ്റിയെടുക്കാൻ എനിക്ക് ഒരു പണിയില്ല. എൻ്റെ ഉമ്മാക്കെതിരെ ആണെങ്കിൽ അസീനാണ് പോട്ടെ ജയിലിൽ. എൻ്റെ ഉമ്മാക്കെതിരെ ഒരു കേസും ഇല്ലയെന്ന് ഓളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഏതായാലും ഓളൊന്ന് സോപ്പിടണം. അങ്ങനെ അത് ഇറച്ചിയെല്ലാം നല്ല രീതിയിൽ വരട്ടിയെടുത്ത് പാത്രത്തിലാക്കുന്നു. എന്നാൽ ഹസീന അല്പസമയം കഴിഞ്ഞപ്പോൾ എന്താടി? ചോറ് ഒളിമ്പിക്കാണേ, വിശന്നിട്ട് വയ്യ, ഇച്ചിങ്ങോട്ട് വാ ചോറ് തിന്നാൻ. ഒരു ഇറച്ചിൻ്റെ കണ്ടച്ച് മുറിച്ചില്ല, ഒരു ഉള്ളി തൊലിച്ചില്ല, ഒന്നും ചെയ്തു തന്നില്ല. എന്നിട്ടിപ്പോൾ എനിക്ക് ചോറ് വിളമ്പി തരണല്ലേ? എൻ്റെ പൊന്നാരും മങ്ങളെന്താ ഇങ്ങനെ? ഞാനപ്പോൾ അങ്ങനെ പറയേണ്ടി വിചാരിച്ചിട്ട് ഇത് ആന വിളവത്തിയാണ്. എനിക്ക് കുറച്ച് കൂടിയിക്കണ്. എൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അന്നവിടെ കൊണ്ടേക്കോട്ടെ, ഇന്നെ പാട്ടിലാക്കാൻ നോക്കണ്ട കേട്ടോ ജയിലിലിടാൻ. എൻ്റെ പൊന്നാരമ്മ, നിങ്ങളാവൊന്നും വിട്ടാണേ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിങ്ങളിപ്പോൾ കുറച്ച് നല്ല ചൂടുള്ള ഇറച്ചി വരട്ടിയതും കുറച്ച് നെയ്ച്ചോറൊക്കെ തന്നാണ് എനിക്ക്. കണ്ട പൈച്ചപ്പച്ച് മുന്നിക്കൊണ്ട് വന്നു. അല്ല, ഞാൻ മണി കൊണ്ടിരിക്കുക എനിക്ക് മന്തിയൊക്കെ. അല്ലെങ്കിൽ എവിടുന്നാടി ഞങ്ങൾക്ക് പൈസ ഉള്ള 10-55 ഉറുപ്പ്യ അവിടെ പോയി, ഓല് കൊണ്ടുപോയി അത്രക്കും. ഇനിയിപ്പോൾ എവിടുന്നാ പൈസ അറിയില്ല. ഇനിയിപ്പോൾ എവിടുന്നാ എന്താ വന്നു? അല്ലമ്മ, നിങ്ങളെന്താ ഇറച്ചിക്ക് പാത്രത്തിലാക്കി കൊണ്ടുപോണേ? അതെ, എൻ്റെ ഏട്ടത്തി കൊണ്ടുപോവാണ്, വേറൊന്നുമല്ല. എൻ്റെ ഏട്ടത്തിക്ക് കുറച്ച് കൊടുക്കട്ടെ, ഒന്ന് സോപ്പിട്ട് നിർത്തട്ടെ. പറയണം, എൻ്റെ പെറ്റും മാനേജ് മറക്കല്ലേ, ഇങ്ങനെ കാട്ടല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്ന് സോപ്പിട്ട് നോക്കട്ടെ. അതിന് നല്ലോണം കുറച്ച് ഇറച്ചി വറ്റിയതും ചോറും എല്ലാം കൂടി കൊണ്ടേ കൊടുക്കണം, അല്ലാതെ ശരിയാവില്ല. കുഞ്ഞിക്കതിയ അതാ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോവാണ്. ഏതായാലും നവാസും ഷമ്മാസും ഐഷുമൊക്കെ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ആശുപത്രിയിൽ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. അങ്ങനെ അതാ ഇറച്ചിയും ചോറുമൊക്കെ ആയിട്ട് കുഞ്ഞിക്കതിയ പോകുന്നു തൻ്റെ മോളെ സോപ്പിടാൻ വേണ്ടിയിട്ട്. ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട്
ഓ ഇപ്പോൾ ഓട്ടോ ഒക്കെ കിട്ടി. നേരത്തെ ഒരു ഓട്ടോ ഒക്കെ കിട്ടും ഗതികേടേനും. രാവിലെ അറിവിൻ്റെ നേരം എന്തൊക്കെ എത്തിയേക്കാരം. അങ്ങനെ അതാ ആ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോകുന്നു. ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആരോടൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു. അവിടെ എത്തിയപ്പോൾ റൂം നമ്പർ അറിയുന്നില്ല. എന്തായാലും പേരൊന്ന് ചോദിച്ചു. അത് സൗദ, പുത്തൻവീട് തറവാട്ടിൽ സൗദ. അവർ ഉണ്ട്, ആ പേഷ്യൻ്റ് അല്ലേ? ഓർമ്മശക്തി ഇല്ലാത്ത അതന്നെ. ഇതെവിടെയാണ് കേട്ടോ? നേരെ പോയാൽ അപ്പുറത്തുള്ള റൂമിലാണ്. അങ്ങനെ അതാ കുഞ്ഞിക്കതിയ ചോറുമായി അങ്ങോട്ട് എത്തുന്നു. എന്നാൽ ഒരു നിമിഷം സത്താർ അത് ദൂരെ നിന്ന് കാണുന്നു. ഇത് ആ താത്തല്ലേ? പഠിച്ചോനാ കുഞ്ഞിക്കതിയാത്ത. എന്തിനാ ഇനിയും എന്തിനാ റബ്ബ ഇവർ ഇന്നൊക്കെ ജയിലിൽ കയറ്റി ഇത്രയധികം ശിക്ഷയും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇപ്പം എന്ത് കാര്യത്തിനാണ് ഇവർ വീണ്ടും എഴുന്നള്ളുന്നത്? കയ്യിലെന്തൊരു കവറൊക്കെ ഉണ്ട്, എന്താണാവോ? ഏതായാലും ആ പെൺകുട്ടി ആകെപ്പാടെ കഷ്ടപ്പാടിൽ ആണ്. അതിൻ്റെയൊക്കെ ഏജൻറ്റ് ഇവർ തന്നെയാണ്. ആ കുട്ടിക്ക് എന്തൊക്കെയോ മെഡിസിൻ കൊടുത്ത് ഓർമ്മശക്തി ഇല്ലാതാക്കിയതും അതൊക്കെ. എന്തായാലും വേണ്ടില്ല. എന്നാൽ കുഞ്ഞിക്കതിയ അതാ നേരെ പോകുന്നു. വാതിലിന് പതുക്കെ മുട്ടുന്നു. എന്നാൽ വാതിൽ തുറക്കുന്നത് നമ്മുടെ സത്താറിൻ്റെ ഭാര്യ. ഒരു നിമിഷം കുഞ്ഞിക്കതിയെ കണ്ട് അവർ ഞെട്ടി. പേടിക്കണ്ട മോളെ, ഇത് ഞാൻ തന്നെയാണ് കുഞ്ഞിക്കതിയ. നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ചോറില്ല ഞാൻ പറ്റൂരല്ലോ. നല്ലോണം പോത്തിറച്ചി വരട്ടിയതുണ്ട്, നല്ല നെയ്ച്ചോറുണ്ട്, ഉപ്പേരൊക്കെ ഉണ്ട്, വേഗം കഴിച്ചൂടി. നല്ല മട്ടത്തിലങ്ങോട്ട്. ശരിക്കും അതാ അവർക്ക് ഭയം തോന്നി. പഠിച്ചോനെ, എന്താ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഒന്നിനും അല്ല മോളെ സൗദ. അതെ, അവൾ സൗദ നല്ല ഉറക്കത്തിലായിരുന്നു. സൗദ, അതെ ഒളിപ്പം ഉറങ്ങിയിട്ടേ ഉള്ളൂ, അവളെ വിളിക്കണ്ട. അവൾ എന്തൊക്കെയോ പിച്ചും ഭയം പറയുന്ന പോലെയായിരുന്നു. ആർക്കും മനസ്സിലാകുന്നില്ല. അവിടെ കിടന്നോട്ടെ. സൗദ മോളെ, ഇതൊന്നും ഉണ്ടാകുന്ന എൻ്റെ മോളെ ഞാനാ വിളിക്കണത്. സൗദ, ഉമ്മ നല്ല ഇറച്ചും ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പെരി ഉമ്മ വാരിത്തരാ കുറച്ച് ചോറ്. എന്നാൽ അവൾ ഭയത്തോടു കൂടി അവരെ നോക്കുന്നു. വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ. എന്താ എൻ്റെ പൊന്നുമോളെ ഈ ഇങ്ങനെ പറയണത്? ഇത് ഉമ്മയാണ്, എൻ്റെ പെറ്റ ഉമ്മയാണ്, വേറൊന്നുമല്ല. അതെ, അവൾക്കിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഭക്ഷണം കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ കഴിക്കലുണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ എന്തിനാ ഇജ്ജ് പറയണത്? ഇത് എൻ്റെ മോളാണ്. ഇജ്ജ് എന്തിനിപ്പോൾ ഇവരെ കാര്യം നോക്കാൻ വരുന്നത്? അത് താത്ത, ഞങ്ങൾ നവാസിന് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും വേണ്ടില്ല, ഇജ്ജ് ഇവിടെ നല്ലതിനൊക്കെയല്ല. ഇജ്ജ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോൾക്ക് കൈവശം വല്ലതും? എന്നാൽ അത് കേട്ടപ്പോൾ അതാ അവൾ ശരിക്കും ഞെട്ടി. നിങ്ങൾ എന്തൊക്കെയാണ് ഈ വേണ്ടാത്തത് ഇല്ലാത്തതൊക്കെ പറഞ്ഞ്? നിങ്ങളെ സ്വഭാവം എനിക്കില്ല കേട്ടോ. ശരിക്കും സത്താറിൻ്റെ ഭാര്യ അത് പറഞ്ഞപ്പോൾ രൂക്ഷമായി കുഞ്ഞിക്കതി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്താന്നില്ല പറ്റിയൊരു സാധനം. ഇത് എൻ്റെ മോളാണ്, ഞാൻ എൻ്റെ ഇഷ്ടമുള്ള ചെയ്യും. ഇജ്ജിപ്പോൾ എന്താ ഇതിൽ ഇടപെടുന്നത്? അല്ല പിന്നെ എനിക്ക് കുറച്ച് കൂടിക്കണ്. നിങ്ങളെന്തേ പറയണത്? നിങ്ങളെന്നല്ല എൻ്റെ ഭർത്താവിനെ പാട്ടിലാക്കാനൊക്കെ നോക്കിയത്. എടി സെലീന, വല്ലാതെ ചിലക്കണ്ടേ എന്നോട്. ആരടി എൻ്റെ ഓനെ പാട്ടിലാക്കിയത്? പക്ഷേ എൻ്റെ മാപ്പിള ചെയ്ത കുറ്റം ഞാൻ മറന്നിട്ടില്ല. പ്രായപൂർത്തിയാക്കാത്ത എൻ്റെ മോളെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അല്ല പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിക്ക, ഇറങ്ങാങ്ങോട്ട്. ഞാൻ ഇറങ്ങിയിട്ട് എന്തിനാ നിങ്ങൾക്ക്? ഒന്നും അല്ലാണ്ട് ഇറങ്ങിക്ക്. എന്നാൽ ഭയത്തോടു കൂടി അതാ സത്താറിൻ്റെ ഭാര്യ അങ്ങോട്ട് വന്നു. എന്നാൽ സത്താർ അത് കണ്ടു. എന്ത് പറ്റി സിലി? അതെ, അവരാ സ്ത്രീയെ അവിടെ എന്തൊക്കെയോ എന്ത് ചെയ്യുന്നു എനിക്കറിയുന്നില്ല. ആ സ്ത്രീ അതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. എന്തൊക്കെ നടക്കും എന്നൊന്നും അറിയണില്ല. അതെന്താ വാതിൽ കുറ്റിയിട്ടിരുന്ന ഒന്ന് മുട്ടി വയ്ക്കുക. വാതിൽ കുറ്റിയിട്ടിക്കണിക്ക. എന്താ ചെയ്യാറ്? ശരിയാണ്, ഉമ്മയാണ്. പക്ഷെ ഉമ്മ ചെയ്യുന്ന പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ. എന്നാൽ സത്താർ ഒരു നിമിഷം വാതിൽ ശക്തമായി മുട്ടി. എന്നാൽ അവർ വാതിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയത്? എൻ്റെ മോളെടുത്ത് 5 മിനിറ്റ് ഇവിടെ ഇരിക്കാൻ പറ്റൂലേ? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ ഇത്? അവർ ശക്തമായി വാതിലടച്ചു. സത്താർ ഒരു നിമിഷം, ഇനിയിപ്പോൾ ഡോക്ടർ അങ്ങനെ വിളിക്കേണ്ടി വരും. കാരണം എന്തൊക്കെയോ മെഡിസിനെ കൊടുത്ത് മയക്കിയത് ഇവരൊക്കെയാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇപ്പോഴതാ വീണ്ടും അകത്തേക്ക് കയറിയിരിക്കണേ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അതാ കുഞ്ഞിക്കതിയ വാതിൽ തുറന്നു. ഞാൻ എൻ്റെ മോളെ നോക്കി കുറച്ചു നേരം നിന്ന്. കാരണം ഒന്നുമല്ല, എനിക്ക് നിങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ ഇടങ്ങാറായതുകൊണ്ടാണ്. എൻ്റെ കുട്ടി ഏതായാലും രക്ഷപ്പെടട്ടെ, നല്ലോണം തോർക്കിട്ടോ നിങ്ങൾ. അവളിങ്ങനെ ബോധവും കഥയില്ലാതെ കിടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്നാൽ അതാ
അവളുടെ ഭർത്താവിനെ തോണ്ടിയിട്ട് സത്താറിൻ്റെ ഭാര്യ പറഞ്ഞു, ഇക്ക, ഓ എന്തൊരു ആത്മാർത്ഥത, അങ്ങനെയുള്ള ഉമ്മയാണ്. എന്തൊക്കെയോ അവർക്ക് കൊടുത്തിട്ട് അത് എന്തൊക്കെയോ പറ്റിപ്പോയത്. ഏതായാലും പഠിച്ച റബ്ബ് കാക്കട്ടെ, എന്താവും. ഞാൻ പോവാണ്. ഞാൻ ഇനി പോളും ഒന്നിട്ട് ചോറ് കൊടുക്കാമെന്നാവില്ല. പിന്നെ ഒന്നിട്ട് ചോറ് കൊടുത്തോണ്ടി, പാത്രങ്ങളൊക്കെ ഇവിടെ നിന്നോട്ടെ തൽക്കാലം, ഞാൻ പിന്നെ വരണ്ടേ കൊണ്ടുവരാൻ. എന്തിയേ? ആയിക്കോട്ടെ, നിങ്ങൾ പോവുകയാണോ? ആ അതെ, ഞാൻ പോട്ടെ, ഇനിയിപ്പോൾ നിൽക്കാൻ നേരമില്ല. ശരിക്കും സത്താറിൻ്റെ ഭാര്യ സെലീനയ്ക്ക് മനസ്സിലായി കുഞ്ഞിക്കതി എന്തോ ഒരു കാര്യത്തിന് വന്നതാണെന്ന്. എന്തിനായിരിക്കും? ഒന്നുമല്ലല്ലോ, എന്തിനായിരിക്കും വന്നിട്ടുണ്ടാകുക? വല്ലാത്തൊരു ആൾക്കാരനാണ് ആ പെണ്ണിനെ ആ കോലം ഉപദ്രവിച്ചിട്ട് ഇപ്പോൾ വീണ്ടും വന്ന്. സമ്മതിക്കാൻ പാടില്ല. എന്താപ്പോൾ ചെയ്യുക? റൂമിനുള്ളിലേക്ക് അങ്ങോട്ട് അതിക്രമിച്ച് കയറിയിരിക്കുകയായിരുന്നു. പിന്നെ എന്നോടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. എന്തായാലും ഞാൻ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റിയത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പം മോളെടുത്ത് കുറച്ച് ഇരുന്നതായിരിക്കും, തെറ്റിദ്ധരിക്കാനും പാടില്ലല്ലോ. എന്നാലേ ഞാൻ പോവാണ്. എന്തേ ഉണ്ടെങ്കിലൊക്കെ വിളിച്ച് പുത്തൻവീട് തറവാട്ടരോട് പറഞ്ഞോണ്ടി. നമ്മളടുത്ത് വണ്ടി മാനില്ലാത്ത സ്ഥിതിക്ക് എനിക്കൊരു പിടി കുറച്ച് ഇറച്ചി കിട്ടിയപ്പോൾ എൻ്റെ മോൾക്കൊരു പിടി വറ്റായിട്ട് വന്നാണ് ഞാൻ. നിങ്ങളും തിന്നോളൂ കേട്ടോ. അങ്ങനെ അതാ കുഞ്ഞിക്കതിയ അവിടെ നിന്ന് ഇറങ്ങുന്നു. കുഞ്ഞിക്കതിയ എന്തെങ്കിലും ഒപ്പിച്ചിരിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു സെലീനയുടെ മനസ്സിൻ്റെ ഉള്ളിൽ. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. കുഞ്ഞിക്കതി എന്തിനായിരിക്കും വാതിൽ കുറ്റിട്ടത്? ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.